വീണ്ടും ചോദിക്കുകയാണ് ഖുർആൻ, മോനെ നിന്റെ കണ്ണിനൊന്ന് ചിന്തിച്ചു നോക്ക്. ആരാ നമുക്ക് കണ്ണ് തന്നതാരാണ്? കാത് തന്നതാരാണ്? ചിന്ത തന്നതാരാണ്? ചിന്തിക്കാനുള്ള ശക്തി തന്നതാരാണ്? ഓ ചെറുപ്പക്കാരെ, എത്രയാണ് കണ്ണിന്റെ വില? എത്രയാണ്? ലോകം ഇന്ന് മനുഷ്യൻ ചന്ദ്രലോകത്തേക്ക് യാത്ര ചെയ്ത് അവിടെ തന്റെ കാല് സ്പർശിച്ച് തിരിച്ചു വരുന്ന അത്രയും വളർന്നിട്ടുണ്ട് ശാസ്ത്രലോകം. ഏതോ മൂലയിൽ ഇരുന്നു കൊണ്ട് ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന മനുഷ്യർ, എന്തേ ചെറുപ്പക്കാരാ ഒരു കണ്ണുണ്ടാക്കാൻ കഴിയാത്തത്? എന്തേ ചെറുപ്പക്കാരാ സ്വന്തമായി രക്തമുണ്ടാക്കാൻ കഴിയാത്തത്? അല്ലാഹു തആല തന്ന രക്തങ്ങൾ മാറ്റിക്കൊടുക്കുന്നു എന്നതല്ലാതെ ഈ ശാസ്ത്രലോകത്തിന് എന്തേ കണ്ണും രക്തവും ഉത്ഭവിപ്പിക്കാൻ കഴിയാത്തത്? ഇതിനെല്ലാം കഴിവുള്ളൊരു രാജാവുണ്ട്, അല്ലാഹു. കൈഫ തക്ഫുറൂന ബില്ലാഹ്, ആ അല്ലാഹുവിനെ നീ എങ്ങനെയാ മറക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. ആ അല്ലാഹുവിനെ നീ എങ്ങനെയാണ് മറന്നുപോയതെന്ന് പരിശുദ്ധ ഖുർആൻ. ചോദിക്കട്ടെ ഉമ്മമാരെ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, സുഖസുന്ദരമായി മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഒരൊറ്റ ദിവസം അല്ലാഹു തആല നിന്റെ മലദ്വാരം ബ്ലോക്ക് ചെയ്ത് കളഞ്ഞാൽ, നിന്റെ ഭക്ഷണത്തിന്റെ ശ്വാസനാളങ്ങൾ അല്ലാഹു തആല ബ്ലോക്ക് ചെയ്ത് കളഞ്ഞാൽ, അത് തടയാൻ ശക്തിയുള്ളവനാരാണ്? അതിനെ നീക്കം ചെയ്യാൻ ശക്തിയുള്ള രാജാവാരാണുള്ളത്? എല്ലാം നിനക്ക് ശാസ്ത്രലോകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പൈപ്പിലൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിന്റെ മലദ്വാരമെടുത്താൽ ലക്ഷക്കണക്കിന് രൂപ നീ ബില്ല് കൊടുക്കണം. എത്ര വർഷമായി മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്നു, എത്ര വർഷമായി ഭക്ഷണം കഴിക്കുന്നു, വായു ശ്വസിക്കുന്നു, ഇന്ന് വരെ ബില്ലടക്കേണ്ടതില്ല, പണമടക്കേണ്ടതില്ല. ആരാ മുസ്ലിമേ ഇതെല്ലാം തരുന്നതാരാണ്? അല്ലാഹു. ആ അല്ലാഹുവിനോടുള്ള ഓർമ്മയും സ്നേഹവും നിന്റെ ജീവിതത്തിൽ നീ അധികരിപ്പിക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ള മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. അങ്ങനെ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ അടയാളം എന്താണ്? മൻ അഹബ്ബ ലില്ലാഹി വഅബ്ഗള ലില്ലാഹി വഅഅതാ ലില്ലാഹി വമനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവന്റെ അടയാളം എന്താണ്? അല്ലാഹുവിനെ സ്നേഹിക്കുന്നവന്റെ ക്വാളിറ്റി എന്താണ്? മൻ അഹബ്ബ ലില്ലാഹി. അല്ലാഹുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ആണൊരു പെണ്ണ് ചെയ്യേണ്ടത്, ഈ ലോകത്തവൻ ആരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും എന്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള സ്നേഹമാണ്. ദുനിയാവിന്റെ നേട്ടത്തിന് വേണ്ടിയുള്ള സ്നേഹമല്ല, അധികാരത്തിന് വേണ്ടിയുള്ള സ്നേഹമല്ല, ഏതെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹമല്ല. ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടിയാണ്. വഅബ്ഗള ലില്ലാഹ്, ഞാനൊരു മനുഷ്യനെ വെറുക്കുന്നതും അല്ലാഹുവിന് വേണ്ടിയാണ്. അവൻ നിസ്കരിക്കാത്തത് കൊണ്ടാ എനിക്കവനോട് വെറുപ്പ്, അവൻ കള്ളു കുടിക്കുന്നത് കൊണ്ടാണ് എനിക്കവനോട് ദേഷ്യം, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കവനോട് കോപമെന്ന് ചിന്തിക്കുന്ന, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർ, അല്ലാഹുവിന് വേണ്ടി വെറുക്കുന്നവർ, വഅഅതാ ലില്ലാഹി, കൊടുക്കുന്നതെല്ലാം അല്ലാഹുവിന് വേണ്ടിയാകണം.
ഏത് സ്വതക്ക കൊടുക്കുന്നതും അത് നോട്ടീസിൽ പേര് വരാനല്ല, അത് അനൗൺസ് ചെയ്യാനല്ല, അയാൾ വലിയ കൊടുക്കുന്നവനാണെന്ന് നാട്ടുകാര് പറയാനല്ല, മറിച്ച് ലില്ലാ, അല്ലാഹുവിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ സമ്പത്ത് ചെലവഴിച്ചത്. വമനഅലില്ലാഹി, അല്ലാഹുവിന് വേണ്ടിയാ ഞാൻ കൊടുക്കാതിരുന്നത്. ഞാൻ കൊടുത്താൽ അത് അവന് ഹറാമിന് ചെലവഴിക്കും, അല്ലാഹ് പൊരുത്തപ്പെടാത്തതിലേക്ക് ചെലവഴിക്കും. അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല. സ്നേഹിക്കുന്നതും അല്ലാഹുവിന് വേണ്ടി, വെറുക്കുന്നതും അല്ലാഹുവിന് വേണ്ടി, കൊടുക്കുന്നതും അല്ലാഹുവിന് വേണ്ടി, തടയുന്നതും അല്ലാഹുവിന് വേണ്ടി. ഇങ്ങനെയുള്ള ജീവിതമാണോ ഫഖദിസ്തക്മലൽ ഈമാൻ, അവൻ ഈമാനിനെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സദഖ റസൂലുള്ളാഹ്. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും അല്ലാഹുവുമായുള്ള ബന്ധം കൂട്ടിയുറപ്പിക്കുക. അതാണ് ഒരു മനുഷ്യൻ ആഖിറ ലോകത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹാനവറുകൾ പറയുന്നുണ്ട്, ഓ ജനങ്ങളെ, അല്ലാഹുവിന് നിങ്ങൾക്ക് ഞാനൊരു നല്ല അമലുകൾ പറഞ്ഞു തരട്ടെയോ? ഏതാണ് ആ അമല്? അത് നിങ്ങളുടെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലാണ്. മാത്രമല്ല നല്ലോണം പ്രതിഫലങ്ങൾ കിട്ടുന്ന അമലാണ്. പോരാ, നിങ്ങളുടെ ദോഷങ്ങളെല്ലാം പൊറുക്കുന്ന ഇബാദത്താണ്. അതും പോരാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധാരാളം ചെലവഴിക്കുന്നതിനേക്കാളും ഏറ്റവും ഖൈറ്. ഏതാണ് ആ അമലെന്നറിയോ? ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹുവിനെ സ്നേഹിക്കുക എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി കൊടക് ജില്ലയിൽ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യർ, ഞാൻ പറഞ്ഞവരാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. ഓ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, പ്രത്യേകിച്ച് ഉമ്മമാരെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് നിന്റെ ജീവിതത്തിലുള്ള ബന്ധങ്ങളും സ്നേഹങ്ങളും ഉണ്ടാകേണ്ടത്. അത് മഹാന്മാരോടുള്ള സ്നേഹവും അങ്ങനെയാണ്, ഔലിയാക്കളോടുള്ള സ്നേഹവും അങ്ങനെയാണ്, അത് എല്ലാ വ്യക്തികളോടുമുള്ള സ്നേഹവും അങ്ങനെയാണ്. ഖേദത്തോടെ പറയട്ടെ, ഇന്ന് പലരും പല വിധത്തിലുള്ള ആത്മീയമായ ചൂഷണങ്ങൾ നടത്തുന്നവർ, അല്ലാഹുവിന്റെ പേര് പറഞ്ഞ്, ദീനിന്റെ പേര് പറഞ്ഞ് ഈ ദീന് കച്ചവടം ചെയ്യുന്ന മനുഷ്യർ, അവർ നമ്മുടെ ജില്ലകളിൽ നാനാഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. പേര് ദീനാണ്, ലക്ഷ്യം ദീനാറാണ്. കരുതിയിരുന്നോ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ആഖിറം വിജയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ ഒരിക്കലും തന്നെ നിസ്കാരം ഖളാക്കുന്നവർ അല്ല, അവര് പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തുന്നവർ അല്ല, അവരൊരിക്കലും തന്നെ സാദാത്തുക്കളെ അലഹ്മാരപ്പെടുത്തുന്നവരല്ല. അവർക്ക് നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു ജീവിതം ഇല്ല. എന്നാ നിങ്ങൾ കേൾക്കണോ, ഇന്ന് ചില മഹാന്മാരുടെ വേഷമണിയുന്നവരുണ്ട്. അവർക്ക് നിസ്കാരം വേണ്ട, അവർക്ക് ഏതോ ഒരു ശൈഖ് അവരുടെ സ്വപ്നത്തിൽ വന്ന് പലതും പറഞ്ഞു കൊടുത്തതാണ്, ഏതോ ഒരു ജിന്ന് വന്ന് പലതും പറഞ്ഞു കൊടുത്തതാണ്, പല കലറാമത്തുകളും അവര് കാണിക്കുന്നുണ്ട്. ഉസ്താദേ, ഞാൻ അവിടെ പോകുമ്പോ അയാളെല്ലാം ശിഫയാകുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, നീ ഒരാളെ കണ്ടാൽ, അയാൾ ഇങ്ങനെ ആകാശത്തിൽ നടക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ, അയാൾ ഒരു ശൈഖാണ്, മഹാനാണ്, വലിയാണെന്ന് വിശ്വസിച്ച് പോകണ്ട. അയാളുടെ ശരീഅത്ത് നോക്കണം, അയാളുടെ വിശ്വാസം നോക്കണം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉമ്മമാരെ, നിസ്കരിക്കാത്ത ഒരു ശൈഖിനും ഇസ്ലാമിൽ സ്ഥാനമില്ല, നിസ്കാരമില്ലാത്ത ഒരു ജിന്നിനും ഇസ്ലാമിൽ സ്ഥാനമില്ല. നിസ്കാരം വേണ്ട, എൻ്റെ ഹളറത്തിൽ വന്നാൽ മതി എന്ന് പറയുന്ന ഒരു ശൈഖിനും ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. പിന്നാലെ പോയി ജീവിതം നഷ്ടപ്പെടുത്തണ്ട, പിന്നാലെ പോയി ഈമാൻ കച്ചവടം ചെയ്യണ്ട, പിന്നാലെ പോയി ആഖിറം വിറ്റ് കളയല്ലേ ഉമ്മ.